അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രണയം കൂടി തുടങ്ങാൻ പോകുന്നു. എങ്ങനെ അവസാനിക്കും എന്നുള്ള അറിയാൻ പറ്റില്ല. കാരണം ഒരു സുഹൃത്ത് സംഭാഷണത്തിനിടെ അനുമോളോട് നമ്മുടെ അനീഷ്, പ്രിയപ്പെട്ട അനീഷ് ഒരു വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങ് ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അങ്ങ് തുറന്നു പറയുകയാണ്. ഇത് കേട്ടതോടുകൂടി അനുമോളാകെ ഞെട്ടിത്തെരിച്ചുപോയി. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയില്ല. അതുവരെ അവർ ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, കഴിഞ്ഞ കാലഘട്ടങ്ങൾ, പിന്നെ ഇവിടെ വന്നതിന് ശേഷം, ബിഗ് ബോസിൽ വന്നതിന് ശേഷം അനീഷിനുണ്ടായ മാറ്റങ്ങൾ എല്ലാം അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ചേച്ചി എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ള അനീഷിന്റെ ചോദ്യം ഒരുപക്ഷെ മുമ്പ് ഇതുപോലെ അനുമോൾ കേട്ടിട്ടുണ്ടാവും പുറത്തായിരിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ ഇത് ശരിക്കും ഒരു ഷോക്കായിപ്പോയി, കേൾക്കുന്ന നമുക്കും ഒരു ഷോക്കായിപ്പോയി. ഇനി ഇതിന്റെ മറുപടി പറയാൻ കഴിയാതെ അനുമോള് പിന്നെ സമീപിച്ചിരിക്കുന്നത് 2 നൂറേനെയും പിന്നെ ആദിലേനെയും. ഇവരോട് പറയാണ്, ഇങ്ങനെ കണ്ട് ഞാൻ എന്ത് പറയും, എനിക്ക് മുഖത്ത് നോക്കി നോ പറയാൻ പറ്റില്ല, അതായത് ഉള്ളിൽ ഇതിന് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങളൊന്ന് സഹായിക്കുമോ, പിന്നെ അഥവാ സഹായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അനീഷിൻ്റെ ആൾക്കാരൊക്കെ എനിക്ക് എതിരാവുമോ, ബിഗ് ബോസിൽ എൻ്റെ ഫ്യൂച്ചർ എനിക്ക് നോക്കണ്ടേ, ഞാൻ എന്ത് പറയും, അനീഷിനോട് എങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ്. അപ്പോൾ നൂറ് പറയുന്നുണ്ട്, ഇത് പണ്ടേ എനിക്ക് സംശയമുണ്ട്, ഞാൻ എന്നോ പറയാൻ വെച്ചിരിക്കുകയാണ്, ഇതിന് പുറത്തിറങ്ങിയാൽ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അനു എന്നൊക്കെ പറയുന്നുണ്ട്. വേറൊന്നും കൂടി നൂറ് പറയുന്നുണ്ട്, ഇത് മോഹൻലാൽ കഴിഞ്ഞ ഇതിൽ വന്ന സമയത്ത് ചെറിയൊരു കൊളുത്തിട്ട് പോയതാന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ലാലേട്ടൻ്റെ പണിയാണ്. ചെറിയൊരു കൊളുത്ത് വിട്ടതിന് ശേഷമാണ് അന്ന് പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, മറ്റെന്നൊക്കെ പറഞ്ഞ് കയറ്റുന്നുണ്ട്. ഇനി ഏതായാലും ഈ പ്രശ്നങ്ങൾക്കൊരു ഉത്തരമായി പുതിയ അപ്ഡേറ്റുമായി ഉടനെ വരാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. താങ്ക്